രണ്ട് നാടിനെ അപ്പാടെ തുടച്ചു നീക്കി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിട്ടുള്ള മുണ്ടക്കൈ ചുരൽമല ഉരുളുപൊട്ടൽ കഴിഞ്ഞിട്ട് ഇന്ന് ഏകദേശം 127 ദിവസം പിന്നിടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ മറ്റൊരു ദുരന്തഭൂമിയായിട്ടുള്ള പുത്തുമലയും വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈനൊക്കെ കടന്ന് നമ്മൾ മേപ്പാടിയിൽ നിന്ന് ചൂരൽമല എത്തിക്കഴിഞ്ഞാൽ തികച്ചും വിജനമായിട്ടുള്ള ഒരു ടൗണാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റും. ഈ ടൗണിലേക്കും അതുപോലെ ഇതിനപ്പുറം വരുന്ന മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലേക്കൊക്കെ ഇവിടുത്തെ പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ പ്രത്യേക പാസ് വഴി വരുന്ന പുറത്തു നിന്നുള്ളവർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ഒരു സമയത്ത് നിറയെ വാഹനങ്ങളും കടകളും ആളുകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഈ ഒരു ടൗണ് ഇന്ന് തീർത്തും ആളൊഴിഞ്ഞ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പുഴയുടെ സൈഡിലായിട്ട് വരുന്ന അധിക കടകളും ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തകർന്നവയാണ്. 2 കടകൾ മാത്രമാണ് ഇന്ന് ഈ ടൗണിൽ ആകെ പ്രവർത്തിക്കുന്നത്. കടകൾക്കിടയിലൂടെ വരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് പുഴ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ തീർത്തും നമ്മളെയൊക്കെ കരളലിയിപ്പിക്കുന്ന ഒട്ടേറെ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഒട്ടേറെ പേർ അവരുടെ ജീവിതകാലം മൊത്തം അധ്വാനിച്ചുണ്ടാക്കിയ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ വീടുകൾ ഏത് നിമിഷവും നിലംപൊത്താവുന്ന രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ ആ തൊട്ടു ബാക്കിൽ കാണുന്നതാണ് അന്ന് ദുരന്തം നടന്ന ദിവസം രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ വേഗം കൂട്ടാൻ വേണ്ടി നമ്മുടെ ആർമി നിർമ്മിച്ചിട്ടുള്ള ബെയിലി പാലം. ബെയിലി പാലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാഴ്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളാർമല സ്കൂളിൻ്റെതാണ്. ഒട്ടേറെ പേരുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാനും അതുപോലെ ഒട്ടേറെ പേരെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ചൂരൽമലയുടെ തന്നെ അഭിമാനമായിട്ടുള്ള വെള്ളാർമല സ്കൂള്, അതിനടുത്ത് വന്നിരുന്ന കളിമുറ്റമൊക്കെ ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ രീതിയിൽ കാണുന്ന വെറും പാറക്കൂട്ടങ്ങൾ മാത്രമായിട്ട് മാറിയത്. ചൂരൽമല ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇന്ന് ഈ പ്രദേശത്ത് ഈ കാണുന്ന ഈ ഒരു വലിയ ആൽമരം മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് ചൂരൽമല ടൗണിൽ മാത്രമാണ് വന്നുള്ളത്. ഇതിന്റെ മേൽവശത്തോട്ടാണ് പിന്നെ ഇതിന്റെ ഉരുൾപൊട്ടലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രദേശവാസികൾക്ക് മാത്രമേ ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ പെർമിഷൻ ഉള്ളൂ. എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി എല്ലാവർക്കും വരാനുള്ള ഒരു അവസ്ഥയാവും. ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് സന്ദർശിക്കണം കേട്ടോ. അത് വേറൊന്നിനും വേണ്ടിയല്ല, നമ്മളൊക്കെ ഈ ലോകത്ത് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു സ്ഥലം.